Hi, Chapter 6 Determination of National Income Unit 2 ആയ Keynes Theory of Determination of National Income ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 ഫുള്ളും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാത്തവർ അത് പോയി ഒന്ന് ചെക്ക് ചെയ്യുക. യൂണിറ്റ് 2ൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 സെക്ടർ മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, 3 സെക്ടർ മോഡൽ, 4 സെക്ടർ മോഡലിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ നോക്കാം. യൂണിറ്റ് 1ൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് നോക്കിയത്. അതേപോലെ അതിൻ്റെ ചില ഇക്വേഷൻസ് GDP, NDP, NNPFC, നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നോക്കും. നമ്മൾ യൂണിറ്റ് 2ൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നതാണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം, ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ഇക്കോണമി. മെയിനായിട്ട് പറയുന്നത് നാഷണൽ ഇൻകത്തിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും അതേപോലെ ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഇൻകത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിയുടെ. ഫസ്റ്റ് തന്നെ ഇവിടെ 1930s ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തു. എക്കണോമിസ്റ്റിന് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചത് ഗവൺമെന്റിന് ഉണ്ടാകുന്ന സ്പെൻഡിങ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നത് വഴി അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ആ തിയറി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ ടൈമിലാണ് 1936 മാക്രോ എക്കണോമിക്സ് എന്ത് ചെയ്തത്? എക്കണോമിക്സ് വാസ് റെവല്യൂഷനൈസ്ഡ്. 1936 നോട്ട് ചെയ്ത് വെച്ചോ. JM കെയ്ൻസ് നോട്ട് ചെയ്ത് വെച്ചോ. JM കെയ്ൻസ് ഒരു പബ്ലിക്കേഷൻ ചെയ്തു, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി, JM കെയ്ൻസ്. ആ പേര് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയാണ് മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് റെവല്യൂഷൻ ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നുണ്ട്. അടുത്ത് പറഞ്ഞേക്കുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് ആണ്. അത് കെയ്ൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കൺസംഷൻ ടു ഇൻകം തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. കൺസംഷനും ഇൻകവും എങ്ങനെയാണ് റിലേറ്റ് ആയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹൗ ഷോക്ക് ടു അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്യാൻ ലീഡ് ടു ദ ലാർജർ ഷിഫ്റ്റ് ഇൻ ഔട്ട്പുട്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്ന ഷോക്സ് ഷിഫ്റ്റ്, അതായത് ഔട്ട്പുട്ടിന്റെ ഷിഫ്റ്റിന് എങ്ങനെ കാരണമാകും, അതാണ് കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലിക്വിഡിറ്റി പ്രിഫറൻസ്, ഹൗ മോണിറ്ററി പോളിസി ക്യാൻ അഫക്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. മോണിറ്ററി പോളിസി എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റും അഗ്രിഗേറ്റ് ഡിമാൻഡും അഫക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. തേർഡ് പോയിന്റ് പറയുന്നത് എക്സ്പെക്ടേഷൻ ഇൻ അഫക്റ്റിംഗ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് എക്സ്പെക്ടേഷൻ നമ്മുടെ കൺസംഷനെയും ഇൻവെസ്റ്റ്മെന്റിനെയും അഫക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ദ ഐഡിയ ദാറ്റ് ഷിഫ്റ്റ് ഇൻ എക്സ്പെക്ടേഷൻ ആർ ദ മേജർ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഇൻ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് ഔട്ട്പുട്ട്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വില കൂടുമായിരിക്കും അല്ലെങ്കിൽ വില കുറയുമായിരിക്കും, നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതും ഇല്ലാത്തതും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റിന് 100 rupees ആണ്. ഫ്യൂച്ചറിൽ വില കുറയുവാണെങ്കിൽ, അതായത് 80 rupees കുറയുവാണെങ്കിൽ നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്തില്ല, ഫ്യൂച്ചറിലേക്ക് കൺസ്യൂം ചെയ്യും. ഇങ്ങനത്തെ ഐഡിയ ആണ് ജസ്റ്റ് പറയുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ 2 സെക്ടറിൽ പറയുന്നുണ്ട്, 3 സെക്ടർ, 4 സെക്ടർ. 2 സെക്ടർ എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡും ബിസിനസ് സെക്ടേഴ്സ്, ഫേംസ് ആയിരിക്കും. 3 സെക്ടറിൽ ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേംസ് ഉണ്ട്, ഗവൺമെന്റ്സ് ഉണ്ട്. 4 സെക്ടറിൽ മെയിനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ സെക്ടേഴ്സ് എന്ന് വെച്ചാൽ എക്സ്പോർട്സും ഇമ്പോർട്ട്സും കൂടെ ഇൻവോൾവ് ആവും. ഇതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഈ പോയിന്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷനാണ് സർക്കുലർ ഫ്ലോ ഇൻ എ സിമ്പിൾ 2 സെക്ടർ മോഡൽ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. സർക്കുലർ ഫ്ലോ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഹൗ മണി മൂവ്സ് ത്രൂ എ സൊസൈറ്റി. മണി സൊസൈറ്റിയിൽ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു, അതാണ് സർക്കുലർ ഫ്ലോ മോഡലിൽ മെയിനായിട്ട് പറയുന്നത്. മണി ഫ്ലോസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു വർക്കേഴ്സ്. മണി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് വർക്കേഴ്സിലേക്ക് വേജസ് എന്ന രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്ലോ ബാക്ക് ടു പ്രൊഡ്യൂസേഴ്സ് ആസ് പേയ്മെന്റ് ഫോർ ദ പ്രോഡക്ട്സ്. അതേപോലെ ആ കൊടുത്ത പൈസ എങ്ങനെ വരുന്നു? പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ തന്നെ എത്തുന്നു പ്രോഡക്ട്സിന്റെ പേയ്മെന്റ് ആയിട്ട്. എക്കണോമി ഈസ് ആൻ എൻലെസ് സർക്കിൾ ഫ്ലോ ഓഫ് മണി. അതായത് എക്കണോമി എന്ന് വെച്ചാൽ തന്നെ മണിയുടെ ഒരു സർക്കിൾ ഫ്ലോ ആണ്, അത് എൻലെസ് ആണത്. അതാണ് മെയിനായിട്ട് പറയുന്നത്. ഇത് താഴെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നമ്മളൊരു ഡയഗ്രത്തിൽ നോക്കാം. ഡയഗ്രം നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇവിടെ നമ്മൾ 2 സെക്ടർ എക്കോണമിയുടെ സർക്കുലർ ഫ്ലോ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് ഫേംസും അതേപോലെ ഹൗസ് ഹോൾഡുമാണ് ഉള്ളത്. ഇവരാണ് 2 സെക്ടർ എക്കോണമിയിലെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്, ഫേംസും ഹൗസ് ഹോൾഡും. ഓക്കെ ആണോ? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫേംസിന് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വേണം. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? ഫേംസിലേക്ക് വന്നിട്ട് ഫാക്ടറി ഇൻപുട്സ് അല്ലെങ്കിൽ ഫാക്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുള്ള വേജസ് എന്ത് ചെയ്യുന്നു? ഫേംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫേംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? വേജസ് കിട്ടിയ പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു. കൺസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മേടിക്കാൻ അവർ പൈസ കൊടുത്ത് മേടിക്കുന്നു. ആ കൊടുക്കുന്ന പൈസ ആരുടെ അടുത്ത് തന്നെ തിരിച്ചെത്തുന്നു? ഫേംസിന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. അതിന്റെ ഇന്നർ സർക്കിൾ, അതായത് ഡോട്ടഡ് ലൈൻസ് എങ്ങനെയാണ് പറയുന്നത്? ഹൗസ് ഹോൾഡ് ഫാക്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഫേംസ് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്നു.
ഓക്കെ ആണോ? ഇത് ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹൗസ് ഹോൾഡ് ഫാക്ടർ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫേംസ് അവർക്ക് വേണ്ടി വേജസ് കൊടുക്കുന്നു. വേജസ് കൊടുത്തപ്പോൾ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? അവർ കൺസംഷൻ ചെയ്യുന്നു. കൺസംഷൻ ചെയ്യുവാണെങ്കിൽ, കൺസംഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുവാണെങ്കിൽ പൈസ ആരുടെ അടുത്ത് കൊടുക്കണം? ഫേംസിൻ്റെ അടുത്ത് തന്നെ കൊടുക്കണം. കിട്ടിയ പൈസ തിരിച്ച് ഫാംസിൻ്റെ അടുത്ത് കൊടുക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഫാംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞേക്കണം ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട്, ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ഫാംസ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഓക്കെ ആണോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സർക്കുലർ ഫ്ലോ മോഡലിൽ മണി എങ്ങനെയാണ് ഒരു എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ഹൗസ് ഹോൾഡും അതേപോലെ കോർപ്പറേഷൻ ഫേംസുമാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൗസ് ഹോൾഡ് ഓൺ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡ് എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുക എന്ന് വെച്ചാൽ ഫേംസിന് സർവീസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേജസ് കിട്ടുന്നു. ആ വേജസ് എങ്ങനെ ചെയ്യുന്നു? അവർ ആ കിട്ടിയ വേജസ് കൊണ്ട് കൺസംഷൻ യൂസ് ചെയ്യുന്നു. കൺസംഷൻ എന്ന് വെച്ചാൽ ഗുഡ്സും സർവീസസും അവർക്ക് വേണ്ട ഗുഡ്സ് സർവീസസ് അവർ കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ ആണോ? ആ കൺസ്യൂം ചെയ്യുന്ന പൈസ തിരിച്ച് അവർ ഫേംസിന് തന്നെ കൊടുക്കുന്നു. റിയൽ ഫ്ലോ, മണി ഫ്ലോ, ഇങ്ങനെ രണ്ട് ഫ്ലോനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റിയൽ ഫ്ലോ എന്ന് വെച്ചാൽ എന്താ? ഫ്ലോ ഓഫ് ആക്ച്വൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആക്ച്വൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്ത്? റിയൽ ഫ്ലോ ആയിട്ട് പറയുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താ? ആക്ച്വൽ ഫ്ലോ അല്ലേ? അതായത് റിയൽ ഫ്ലോ അല്ലേ അവിടെ? അതേപോലെ ഫാക്ടർ ഇൻപുട്സ് റിയൽ ഫ്ലോ അല്ലേ? പക്ഷേ രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? മണി ഫ്ലോ എന്ന് വെച്ചാൽ എന്താ? റെഫേഴ്സ് ടു ദ പേയ്മെന്റ് ഓഫ് സർവീസസ്, വേജസ്, അതേപോലെ കൺസംഷൻ പേയ്മെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ വേജസ്, സർവീസസ്, ഈ റെന്റ് ഒക്കെ ഇല്ലേ, റെന്റ് കൊടുക്കുന്നതാണ് മണി ഫ്ലോ. അതായത് ഫാക്ടറി ഇൻപുട്സും ഗുഡ്സ് ആൻഡ് സർവീസസും റിയൽ ഫ്ലോ ആണ്. കാരണം അത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ വേജസ്, റെന്റ് ഒക്കെ മണിയാണ്. അതേപോലെയാണ് ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. കൺസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. അതാണ് മണി ഫ്ലോ. ഓക്കെ അല്ലേ? റിയൽ ഫ്ലോ, മണി ഫ്ലോ, ഇത് രണ്ടും ഒരു ജസ്റ്റ് ഒരു ഐഡിയ നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് നോക്കുവാണെങ്കിൽ ഫുൾ ക്ലിയർ ആകും. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് ഫാക്ടർ പേയ്മെന്റ്സ്. ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ ഡയഗ്രം നോക്കി തന്നെ പോവാം. ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതാണ് ഫാക്ടർ പേയ്മെന്റ്സ്. ഈ ഫാക്ടർ പേയ്മെന്റ്സ് ഈക്വൽ ടു, ഈ ഫാക്ടർ പേയ്മെന്റ്സ് എന്തിനോട് ഈക്വൽ ആണ്? ഹൗസ് ഹോൾഡ് ഇൻകം. ഫേംസിനെ സംബന്ധിച്ച് അത് ഫാക്ടർ പേയ്മെന്റ്സ് ആണ്. വേജ് എന്ന് വെച്ചാൽ അവർക്കൊരു പേയ്മെന്റ് ചെയ്യുക ഫേംസിനെ സംബന്ധിച്ച്. പക്ഷേ ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ചോ അവർ ചെയ്ത ജോലിക്കുള്ള പൈസ, അവർക്ക് ഇൻകം, അത് അവരെ സംബന്ധിച്ച് ഒരു ഇൻകം ആണ്. ഓക്കെ ആണോ? പിന്നെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ, ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് അത് എങ്ങനെ എക്സ്പെൻഡിച്ചർ ആകും? കാരണം എങ്ങനെയാ? അവർ ഗുഡ്സ് ആൻഡ് സർവീസസ് മേടിക്കുമ്പോൾ, ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് മേടിക്കുമ്പോൾ എന്ത് ചെയ്യണം? കിട്ടിയ പൈസ കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് കൺസംഷൻ. അതുകൊണ്ട് തന്നെ ഹൗസ് ഹോൾഡിനെ എന്ത് ചെയ്യുന്നു? അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഹൗസ് ഹോൾഡിന് ഇൻകം ആയിരുന്നു, പക്ഷേ ആ ഇൻകം സ്പെൻഡ് ചെയ്തപ്പോൾ അത് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ആയി. ഓക്കെ അല്ലേ? പിന്നെ ടോട്ടൽ റെസിപ്റ്റ് ഓഫ് ഫേംസ്, ഫേംസിന് കിട്ടുന്ന റെസിപ്റ്റ്, ആ എക്സ്പെൻഡിച്ചർ ഫേംസിനല്ലേ കിട്ടണേ. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു 100 രൂപയ്ക്ക് മേടിക്കുവാണെങ്കിൽ 100 രൂപ കൊടുക്കുമ്പോൾ അത് ഫേംസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫേംസ് തിരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് പറയുന്നത് ഫേംസിന് കിട്ടുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ റെസിപ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് എന്ത് ചെയ്യുന്നവർ തിരിച്ച് ഹൗസ് ഹോൾഡിന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫേംസ് ഹൗസ് ഹോൾഡിന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഇൻകം, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുമ്പോൾ ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഇൻകം ചേഞ്ചസ് ഇൻ ഇറ്റ്. വി ഷാൽ ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ നമ്മൾ നോക്കാം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ നോ ടെൻഡൻസി ടു ചേഞ്ച്, അതായത് മാറാതെ നിൽക്കുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ? പൊസിഷൻ ഓഫ് റെസ്റ്റ് എന്ന് പറയാം. ഔട്ട്പുട്ട് ഈസ് അറ്റ് ഇക്വിലിബ്രിയം ലെവൽ വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത് ഇക്വിലിബ്രിയം. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ എന്ന് പറയുന്ന പോലെ അതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞേക്കുന്നതാണ് ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ AD, ടോട്ടൽ പ്ലാന്റ് എക്സ്പെൻഡിച്ചർ. ടോട്ടൽ പ്ലാന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഒരു എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ. ആ ഗുഡ്സ് ആൻഡ് സർവീസസിനോടുള്ള ഒരു കൺസ്യൂം ചെയ്യാനുള്ള സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയില്ലേ, അതാണ് ടോട്ടൽ പ്ലാന്റ് എക്സ്പെൻഡിച്ചർ, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ADയിൽ മെയിനായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്. കൺസ്യൂമർ ഗുഡ്സും ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സ് ആണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. AD ഈക്വൽ ടു C+I, കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മെയിനായിട്ട് നോക്കുക. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, C എന്ന് വെച്ചാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് ഫോർ ദ ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് GDPയുടെ ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ? I എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഷോർട്ട് റൺ പീരിയഡിൽ എങ്ങനെ ആയിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. നോട്ട് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് റൺ പീരിയഡിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ? ബിസിനസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ തന്നെ എന്ത്? ബിസിനസ് മൈൻഡ് ചേഞ്ച് ചെയ്യില്ല. കാരണം എന്താ? ഒരു ഇൻവെസ്റ്റ്മെന്റ് പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതാണ് പറയുന്നത്. ജസ്റ്റ് അതാണ് ഇവിടെ താഴെ പറയുന്നത് I ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് AD അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ ദ അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ.
അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതിലേക്ക്? കൺസംഷൻ എക്സ്പെൻഡിച്ചറിലാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ നോക്കാം കൺസംഷൻ ഫംഗ്ഷൻ. ഈ കൺസംഷൻ ഫംഗ്ഷൻ എന്താ പറയുന്നത്? കൺസംഷൻ ഫംഗ്ഷൻ ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് അഗ്രിഗേറ്റ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ വൈ ഡി ആണ് എന്ത്? ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ ആണോ? ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാം കൺസംഷൻ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഓക്കെ അല്ലേ? കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്പോസിബിൾ ഇൻകം. അതാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വെൻ ഇൻകം ഇസ് ലോ, ഇവിടെ എന്താ പറയുന്നത്? ഇൻകം നമുക്ക് കുറവായിരിക്കുമ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഹൗസ് ഹോൾഡ് വിൽ എക്സീഡ് ദെയർ ഡിസ്പോസിബിൾ ഇൻകം. ഈ കഴിഞ്ഞ യൂണിറ്റ് നമ്മൾ നോക്കിയതായിരുന്നു ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്ന് വെച്ചാൽ. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ചെലവ് ചെയ്യാൻ പറ്റിയ ഇൻകമാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്, ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇൻകം നമുക്ക് ഭയങ്കര കുറവായിട്ടുള്ള സമയത്ത് നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെയുണ്ടായിരിക്കും? എക്സ്പെൻസ് എങ്ങനെയുണ്ടായിരിക്കും? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഹൗസ് ഹോൾഡ് വിൽ എക്സീഡ് ദെയർ ഡിസ്പോസിബിൾ ഇൻകം. നമുക്ക് 100 രൂപ കിട്ടുവാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് 200 രൂപയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് സേവിങ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണോ? They either borrow money or draw from their past savings or the purchase consumption. നമുക്ക് ഫസ്റ്റ് കയ്യിൽ 100 രൂപയുണ്ട്. എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. 100 രൂപയുണ്ട്, നമ്മുടെ എക്സ്പെൻഡിച്ചർ 200 ആണെങ്കിൽ 100 രൂപ ഓൾറെഡി ഉണ്ട്, ബാക്കി ഒരു 100 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ബോറോ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പാസ്റ്റ് സേവിങ്സിലിരുന്ന് എടുക്കാൻ ട്രൈ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസസ്, ഡിസ്പോസിബിൾ ഇൻകം നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുവാണെങ്കിലോ കൺസ്യൂമർ വിൽ ഇൻക്രീസ് ദെയർ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ. കൺസ്യൂമർ എന്ത് ചെയ്യും? അവരുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് കറണ്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ റൈസ് ബട്ട് ഓൺലി ലെസ് ദാൻ ദ ഇൻക്രീസ് ഇൻ ഇൻകം. നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? ഇപ്പം എക്സ്പെൻഡിച്ചർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം 500 രൂപയെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ മേ ബി 200 300 ആകാം, പക്ഷേ എന്തായിരിക്കും? 500-നേക്കാളും കുറവായിരിക്കും. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നതാണ് സ്പെസിഫിക് ഫോം ഓഫ് കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ് ടേം ആസ് കൺസംഷൻ ഫംഗ്ഷൻ. ഇവിടെ നോക്കാം. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇതിൽ സി എന്ന് വെച്ചാൽ എന്താ? സി എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് സി എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ ആണ്, കൺസംഷൻ ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ ആണ് സി. ഓക്കെ അല്ലേ? എ എന്ന് വെച്ചാലോ? എ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ പറയുന്നുണ്ട് എ ഈസ് കോൺസ്റ്റന്റ് ദ ടേം വിച്ച് ഡിനോട്ട്സ് വാല്യൂ ഓഫ് കൺസംഷൻ അറ്റ് ദ സീറോ ലെവൽ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. ഇതിൽ പറയുന്നത് ഇപ്പം നമുക്ക് ഇൻകമേ നമ്മുടെ കയ്യിലില്ല, പക്ഷേ ആ സമയത്ത് നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കില്ലേ? അതായത് നെസസറീസ്, മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള നെസസിറ്റീസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് എ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് കൺസംഷൻ അറ്റ് സീറോ ലെവൽ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ അല്ലേ? എ. പിന്നെ ബി എന്ന് വെച്ചാൽ എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ചേഞ്ച് ഇൻ ദ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ദ ഇൻകം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇൻകം ചേഞ്ച് ചെയ്യുന്നത് വഴി നമ്മുടെ കൺസംഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ത്? MPC. അതിനെയാണ് ബി എന്ന് നോട്ട് ചെയ്യുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. പിന്നെ വൈ എന്ന് വെച്ചാൽ അറിയാം ഇൻകം. സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇത് ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചു ഇക്വേഷൻ. സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻകം 0 ആണ്, നമുക്ക് ഇൻകം കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കില്ലേ? എക്സ്പെൻഡിച്ചർ എന്താ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കും. അതിനാണ് എ എന്ന ഒരു പോയിന്റ് പറയുന്നത്. ഈ എ എന്ന പർട്ടിക്കുലർ പോയിന്റ്, ഈ ലിമിറ്റ് വരെ നമുക്ക് എന്തായിരിക്കും? അതാണ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമുക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇൻകം കിട്ടിയില്ലെങ്കിൽ തന്നെ, ഇൻകം നമുക്ക് അവിടെ ഉണ്ടായില്ലെങ്കിൽ തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. ആ മിനിമം പോയിന്റാണ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? പിന്നെ സെക്കൻഡ് എന്നാ? ബി. ബി എന്ന് വെച്ചാൽ എന്താ? ബി എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്, പക്ഷെ അത് MPC ആണ്. MPC എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പറഞ്ഞേക്കുന്ന പോയിന്റ് ആണ് 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1. അതിന്റെ മീനിങ് എന്നാ? അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. ഒരു ഐഡിയക്ക് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. APC എന്ന് വെച്ചാൽ എന്താ? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് APC. ഇതിൽ പറയുന്നത് ടോട്ടൽ കൺസംഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം. നമ്മൾ MPC എന്താ നോക്കിയത്? MPCയുടെ ഇക്വേഷൻ നോക്കുക. MPCയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ ദ കൺസംഷൻ ബൈ ചേഞ്ച് ഇൻ ദ ഇൻകം ആണ് MPCയിൽ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്യുക. MPCയിൽ മെയിൻ ആയിട്ട് പറയുന്നത് ചേഞ്ച് ഇൻ ദ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ദ ഇൻകം ആണ്. പക്ഷേ APCയിൽ എന്താ പറയുന്നത്? കൺസംഷൻ ബൈ ഇൻകം. അവിടെ ചേഞ്ച് ഇല്ല, കൺസംഷൻ ബൈ ഇൻകം ആണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻകം ആണ് APCയിൽ പറയുന്നത്. മാറിപ്പോകരുത്, നോട്ട് ചെയ്ത് വെക്കുക. MPC ചേഞ്ച് ആണ്, APC ചേഞ്ച് ഇല്ല അവിടെ. ഓക്കെ അല്ലേ? അടുത്ത ഈ ടേബിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? നമ്മുടെ ഇൻകം ഫസ്റ്റ് 0 ആയിരുന്നു, പിന്നെ 100, 200, 300 അപ് ടു 500 വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ 100 എടുക്കാം. 100ൽ മെയിൻ ആയിട്ട് പറയുന്നത് 125. 100 ഇൻകം കിട്ടുമ്പോൾ നമുക്ക് 125 റുപ്പീസിന് എന്തുണ്ടായിരുന്നു? കൺസംഷൻ ഉണ്ട്. കൺസംഷൻ എന്ന് വെച്ചാൽ 25 റുപ്പീസ് എക്സസ് അല്ലേ? അതാണ് ഇവിടെ -25 എന്ന് പറയുന്നത് സേവിങ്സിൽ.
100 റുപ്പീസ് നമുക്ക് ഇൻകം കിട്ടുമ്പോൾ 125 രൂപയ്ക്ക് നമ്മൾ ചിലവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. APC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കൺസംഷൻ ഡിവൈഡ് ബൈ ഇൻകം 1.25. MPCയോ ചേഞ്ച് ഇൻ ദ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ദ ഇൻകം. കൺസംഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും എന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ അപ് ടു 500 ഇങ്ങനെയാണ്. 500 എത്തുമ്പോൾ എങ്ങനെ ഇരിക്കും, കൺസംഷൻ 425. അതായത് ഫസ്റ്റ് ഇവിടെ എക്സസ് ആയിരുന്നു, 25 എന്തായിരുന്നു എക്സസ് ആയിട്ട് നമ്മൾ ചിലവ് ചെയ്തു. പക്ഷേ നമ്മൾ 500 രൂപ നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുമ്പോഴോ 425 രൂപ എന്തുള്ളൂ നമുക്ക് കൺസംഷന് യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് നോക്കിയത്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും, പക്ഷേ അത് ഇൻകത്തിനേക്കാളും കുറവായിരിക്കും. ഇൻകം ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫസ്റ്റ് 100 നിന്ന് 400 വരെ ഇൻക്രീസ് ചെയ്തു. കൺസംഷൻ എങ്ങനെയായിരിക്കുന്നു, കൺസംഷൻ 125 ആയിരുന്നു 100 രൂപ കിട്ടുമ്പോൾ. പക്ഷേ 200 രൂപ കിട്ടുമ്പോൾ 200 ആയി, 300 രൂപ കിട്ടുമ്പോൾ 275 ആയി. അങ്ങനെ 425 രൂപ വരെ കുറഞ്ഞു. കൺസംഷൻ എങ്ങനെ ചെയ്തു, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ ശരിക്കും കൂടുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇൻകത്തിനേക്കാളും കുറവായിട്ടാണ് കൺസംഷൻ നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ഐഡിയ ഉണ്ടല്ലോ ഇപ്പം. അടുത്ത മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ കൺസംഷൻ ഡിക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത് നോക്കുക. നമുക്ക് ഇൻകം ഇവിടെ 100 നിന്ന് 500 ഇൻക്രീസ് ചെയ്തു. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസംഷൻ എങ്ങനെയാണ്, 100 റുപ്പീസ് കിട്ടുമ്പോൾ 125 ആണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് 500 എത്തുമ്പോഴോ ഇൻകത്തിനേക്കാളും കുറഞ്ഞു വന്നു. വിത്തിൻ ഇൻകം അല്ലേ, അതായത് 425 അല്ലേ, എക്സീഡ് ചെയ്യുന്നില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്പെൻഡ് ഇറ്റ് മസ്റ്റ് ബി സേവ്ഡ്. ഇതിൽ എന്താ പറയുന്നത്, വാട്ട് ഹാപ്പൻ ടു ദ റെസ്റ്റ് ഓഫ് ദി ഇൻകം ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സ്പെൻഡ്. നമ്മളിവിടെ 500 റുപ്പീസിന് ഇൻകം കിട്ടിയിട്ടുണ്ട്. അതിൽ 425 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു, ചിലവ് ചെയ്തു. ബാക്കി 75 റുപ്പീസ് എന്ത് ചെയ്യുന്നു, ബാക്കി കിട്ടുന്ന 75 റുപ്പീസ് നമ്മൾ സേവ് ചെയ്യുന്നു. അതാണ് ഇവിടെ സേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സേവിങ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. സേവിങ്സും ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ അടുത്ത പോർഷൻ നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം, കൺസംഷൻ, സേവിങ്സ്. ഇൻകവും കൺസംഷനും സേവിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ടേബിളിൽ പറയുന്നത്. അത് തന്നെയാണ് ഈ താഴെ ഒരു ഡയഗ്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ ടേബിൾ മെയിനായിട്ട് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് നമ്മൾ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേബിൾ നോക്കാം. ഇൻകം, നമുക്ക് ഇൻകം 0 ആയിരിക്കുമ്പോൾ നമ്മുടെ കൺസംഷൻ എങ്ങനെയായിരിക്കും, 20. അതേപോലെ സേവിങ്സ് -20 ആയിരിക്കും. നമ്മളിപ്പോൾ നോക്കി അതേപോലെയാണ് ആ ടേബിൾ. പിന്നെ നമുക്ക് ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം 68 ഇൻക്രീസ് ചെയ്തു. പക്ഷേ നമ്മുടെ കൺസംഷൻ എങ്ങനെയാണ്, 70 ആണ്. ആ 10 റുപ്പീസാണ് അവിടെ മൈനസ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 120 കിട്ടുമ്പോഴോ 120 റുപ്പീസിനായിരിക്കും നമ്മുടെ കൺസംഷൻ. 120 രൂപ നമുക്ക് ഇൻകമായിട്ട് കിട്ടുവാണെങ്കിൽ 120 രൂപയായിരിക്കും നമ്മുടെ കൺസംഷൻ. 0. നമുക്കപ്പോൾ സേവിങ്സ് ചെയ്യാൻ പറ്റുമോ, സേവിങ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേ തന്നെ 240 രൂപ കിട്ടുമ്പോഴോ 220 രൂപ നമുക്ക് കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്തിട്ട് ആ 20 റുപ്പീസ് എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഇത് തന്നെയാണ് ഈ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇപ്പോൾ ഈ ടേബിൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഡയഗ്രാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇൻകത്തിനേക്കാൾ എക്സീഡ് ആയിരിക്കും. 60 രൂപ കിട്ടുമ്പോൾ നമ്മൾ 70 രൂപയ്ക്ക് കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, നമുക്ക് ഇൻകം 240 ആകുമ്പോൾ നമുക്ക് 220 രൂപ കൺസംഷൻ യൂസ് ചെയ്തു. ബാക്കിയുള്ള 20 രൂപ എന്ത് ചെയ്തു, സേവ് ചെയ്തു. നമ്മൾ സേവ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഡയഗ്രത്തിൽ എന്താ പറയുന്നത്, എ എന്ന് വെച്ചാൽ എന്താ, ഒരു കോൺസ്റ്റന്റ് ആണ്. ഇൻകം നമുക്ക് 0 ആയിരിക്കുമ്പോൾ നമുക്കൊരു മിനിമം ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ വരും. അതാണ് എ. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, പിന്നെ പറയുന്നതാണ് ഒരു 45 ഡിഗ്രി ലൈനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഇൻകം ഈക്വൽ ടു കൺസംഷൻ പ്ലസ് സേവിങ്സ്. ഇവിടെ പറഞ്ഞേക്കുന്നത് കൺസംഷൻ. ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകം വരെ എന്തായിരിക്കും, നമുക്ക് 0 ആയിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് ഇപ്പോൾ പറയുന്നത്. സെക്കൻഡ് ആയിട്ട് പറയുന്നത് നമുക്ക് ഈ 45 ഡിഗ്രി കണ്ടില്ലേ, അതിന് ഈ മേളിൽ മെയിനായിട്ട് ഇത്തരം ഈ പോർഷനാണ് ഇവിടെ മെയിനായിട്ട് നോട്ട് ചെയ്ത് പറയുന്നത്. ഈ പോർഷനിലൂടെ എന്താ പറയുന്നത്, ഡിസേവിങ്സ് എന്ന് പറയുന്നുണ്ട്. ഡിസേവിങ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ഡിസേവിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഈ 45 ഡിഗ്രിക്ക് മേളിൽ, അതായത് ഈ പോർഷൻ 45 ഡിഗ്രിക്ക് മേളിലുള്ള ഈ ഷെയ്ഡഡ് ഏരിയ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻകത്തിനേക്കാളും കൺസംഷൻ കൂടുതലായിരിക്കും. നമ്മുടെ കൺസംഷൻ ഇൻകത്തിനേക്കാളും എക്സീഡ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും പോർഷനിൽ നമുക്ക് ഇൻകം 60 രൂപ കിട്ടുവാണെങ്കിൽ കൺസംഷൻ എങ്ങനെയായിരിക്കും, 70 രൂപയായിരിക്കും. അത്തരത്തിലുള്ള പോർഷനാണ് ഡിസേവിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടാണ് പറയുന്നത്. കൺസംഷൻ എക്സീഡ്സ് ഇൻകം, അത് ഡിസേവിങ്സ് എന്ന് പറയും. കൺസംഷൻ എക്സീഡ്സ് ഇൻകത്തിനെയാണ് ഇവിടെ ഡിസേവിങ്സിന് ഇവർ പറഞ്ഞേക്കുന്നത്. ഈ പർട്ടിക്കുലർ പോർഷനിൽ എന്താ പറയുന്നത്, ഇൻകവും കൺസംഷനും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇവിടെ നോക്കാം.
ഇവിടെ നോക്കുവാണെങ്കിൽ 120 ഇവിടെ ഉണ്ട്, അതേപോലെയാണ് 120 ഇവിടെ തന്നിട്ടുള്ളത്. ഇൻകവും കൺസംഷൻ അവിടെ എന്താണ്? ഇൻകം 120, കൺസംഷൻ 120. അതാണ് ആ പോയിന്റ്. ഇൻകം ഈക്വൽ ടു കൺസംഷൻ. ഓക്കെ അല്ലേ? ഇൻകവും കൺസംഷനും ഈക്വൽ ആയിരിക്കും. അതാണ് MPC എന്ന് ഇവിടെ പറയുന്നത്. ചേഞ്ച് ഇൻ ദ ഇൻകം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദ കൺസംഷൻ. ഈ ട്രയാങ്കിൾ ഏരിയയിൽ പറയുന്നത് ചേഞ്ച് ഇൻ ദ കൺസംഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദ ഇൻകം. ഓക്കെ അല്ലേ? സി ഈക്വൽ ടു A+BY. നമ്മൾ ഫസ്റ്റ് നോക്കിയ ഇക്വേഷൻ ആണ്. എ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് കോൺസ്റ്റന്റ് ആയിരിക്കും, ബി എന്ന് വെച്ചാൽ സ്ലോപ്പ് ആയിരിക്കും, MPC, വൈ എന്ന് വെച്ചാൽ ഇൻകം ആയിരിക്കും. ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ 220 എന്ന ലെവൽ എത്തുമ്പോൾ എന്ത് ചെയ്തു? 240 ഇൻകം കിട്ടുവാണെങ്കിൽ അതിനേക്കാളും കുറവല്ലേ കൺസംഷൻ? ഇൻകം കൂടുതലാണ്, കൺസംഷൻ കുറയും. പക്ഷേ ഫസ്റ്റ് എങ്ങനെയായിരുന്നു? ഇൻകം കുറവായിരുന്നു, കൺസംഷൻ കൂടുതലായിരുന്നു. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ സെക്കൻഡ് ഫിഗർ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഫിഗറിൽ പറയുന്നത് സേവിങ്സ് എന്ന പോർഷൻ താഴെയാണ് പറയുന്നത്. സേവിങ്സിൽ ഇത് നെഗറ്റീവ് ആണ്. എ എന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ നെഗറ്റീവ് ആണ്. അതിൻ്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട്. ഈ 60 റുപ്പീസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കൺസംഷൻ എങ്ങനെയുണ്ടായിരുന്നു? 60 റുപ്പീസ് നമ്മൾ ഇൻകം കിട്ടുമ്പോൾ 70 റുപ്പീസ് ആയിരുന്നു നമ്മൾ കൺസംഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ 10 റുപ്പീസ് എന്താ? നെഗറ്റീവ് അല്ലേ? സേവിങ്സിൽ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവിൽ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പറയുന്നതാണ് ഈ പോർഷൻ എന്താ? MPS. MPS എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. MPC പോലെ തന്നെ സേവിങ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അത്. ചേഞ്ച് ഇൻ ദ സേവിങ്സ്. ഇൻകം ചേഞ്ച് ചെയ്യുന്നത് വഴി സേവിങ്സിനുണ്ടാകുന്ന ചേഞ്ചിനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? Y ഈക്വൽ ടു C+S. Y എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ ഒന്ന് കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ സേവ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എസ് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? S ഈക്വൽ ടു Y. ഈ C ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? Y മൈനസ് C. ഓക്കെ അല്ലേ? Y മൈനസ് C. ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ സേവിംഗ് ഫംഗ്ഷൻ ഇസ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. സ്ലോപ്പ് ഓഫ് ദ സേവിങ്സ് ഫംഗ്ഷൻ ഇസ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. നമ്മളിപ്പോൾ നോക്കിയതാണ് ഈ സ്ലോപ്പ് ഇല്ലേ? നമ്മൾ ഫസ്റ്റ് നോക്കിയ സ്ലോപ്പ് ഓഫ് ദ സേവിങ്സ് ഫംഗ്ഷൻ ഇസ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. MPS ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് MPS ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്താ? ഇക്വേഷൻ S ഈക്വൽ ടു 1 - C ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം MPC നമ്മൾ നോക്കിയതായിരുന്നു 1-നേക്കാളും എക്സീഡ് ചെയ്യില്ല. ബിറ്റ്വീൻ 0 and 1 ആണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ട് തന്നെ 1-ലിരുന്ന് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് സേവിങ്സ് കിട്ടും. ജസ്റ്റ് ഒരു ഐഡിയക്ക് നോട്ട് ചെയ്ത് വെച്ചോ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ ദ സേവിങ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ ഇൻകം. MPC എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ദ കൺസംഷൻ. ΔC ഡിവൈഡ് ബൈ ΔY ആണെങ്കിൽ ഇത് ΔS ഡിവൈഡ് ബൈ ΔY. ഇക്വേഷൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ മെയിനായിട്ട് പറയുന്നത് MPC ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എങ്ങനെയായിരിക്കും? എപ്പോഴും 1-നേക്കാളും കുറവായിരിക്കും, പക്ഷേ 0-നേക്കാളും കൂടുതലും ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. MPCയും MPSും ഒന്നിച്ച് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് 1 കിട്ടും. Thus, savings is an increased function of level of income. Savings എന്ന് വെച്ചാൽ എന്താ? അതായത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. ലെവൽ ഓഫ് ഇൻകത്തിന്റെ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സേവിങ്സ് ഇൻക്രീസ് ആസ് ഇൻകം ഇൻക്രീസ്. സേവിങ്സ് എപ്പോഴാണ് കൂടുന്നത്? ഇൻകം കൂടും. ഇത് നമുക്കറിയാലോ. നമ്മൾ ഡയഗ്രാം എടുക്കാം. ഈ ടേബിൾ പറയുന്നുണ്ട് 60 രൂപയിൽ നിന്ന് നമ്മുടെ ഇൻകം 240 ആകുമ്പോൾ നമ്മുടെ സേവിങ്സ് എന്തായി? സേവിങ്സ് 20 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. ഫസ്റ്റ് 0 ആയിരുന്നു, പിന്നെ 10 പിന്നെ 20. അതാണ് മെയിനായിട്ട് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞേക്കുന്ന പോർഷനാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പോലെ തന്നെയാണ് ഇത്. APS. ടോട്ടൽ സേവിങ് ബൈ ടോട്ടൽ ഇൻകം. ഇതും നമ്മൾ എന്താ ചേഞ്ച് ഡെൽറ്റ എടുക്കണ്ട. ടോട്ടൽ സേവിങ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം. APC എന്തായിരുന്നു? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൻ്റെ കേസിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ മെയിനായിട്ട് കൺസംഷൻ ഡിവൈഡ് ബൈ ഇൻകം ആയിരുന്നു. പക്ഷേ ഇവിടെയോ സേവിങ്സ് ഡിവൈഡ് ബൈ ഇൻകം ആണ്. ഓക്കെ അല്ലേ? ഇത് തന്നെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഈ പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഫസ്റ്റ് നമുക്ക് 60 റുപ്പീസ് ഇൻകം കിട്ടുമ്പോൾ 70 ആണ്. അതായത് 10 റുപ്പീസ് എക്സസ് ആയിരുന്നു. പക്ഷേ നമുക്ക് 240 ഇൻകം കിട്ടുമ്പോൾ 220 ഉള്ളൂ നമ്മുടെ കൺസംഷൻ. ഇൻക്രീസ് ഇൻ ഇൻകം, ഇൻക്രീസ് ഇൻ കൺസംഷൻ ഇൻക്രീസ് ചെയ്തു. പക്ഷേ ലെസ് ദാൻ ഇൻകം. ഇൻകം എത്രയാണ്? 240 ആണ്. ഇൻകം ഇവിടെ 240 റുപ്പീസ് ആയിരുന്നു. പക്ഷേ കൺസംഷനോ 220 അല്ലേ? അതായത് 240 ഉള്ളിലാണ് നിൽക്കുന്നത് കൺസംഷൻ. സേവിങ്സോ 20 റുപ്പീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സേവിങ്സ് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു ഐഡിയ മാത്രം നമുക്ക് മെയിനായിട്ട് മതി. അത് തന്നെയാണ് ഈ ഡയഗ്രത്തിൽ പറഞ്ഞേക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ Y ഈക്വൽ ടു C+ എന്നത് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. C ഈക്വൽ ടു A+BY. മേ ബി ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഡയഗ്രമായിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എഴുതണമെങ്കിൽ Y ഈക്വൽ ടു C+S. പിന്നെ ഡെൽറ്റ Y എന്ന് വെച്ചാൽ ΔY ΔC എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് MPCനെയാണ് പറയുന്നത്. C ഈക്വൽ ടു A+BY. A+BY എന്ന് വെച്ചാൽ A ഫസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, B സ്ലോപ്പ് ആണ്, Y ഇൻകം ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേവിങ്സും. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷൻസ് മെയിനായിട്ട് സപ്ലൈനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1-2 പ്രോബ്ലംസ് പറയുന്നുണ്ട്.
അടുത്ത് പറയുന്നത് മെയിനായിട്ട് 2 സെക്ടർ മോഡൽ ഓഫ് നാഷണൽ ഇൻകം ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സപ്പോസ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കുക, പിന്നീട് ഒന്ന് വായിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ മനസ്സിലാകും. ഓക്കെ അല്ലേ? ഇതിൽ മെയിനായിട്ട് ഈ ഡയഗ്രം നോക്കുന്നേക്കാളും ഈ ടേബിൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാകും. അത് കഴിഞ്ഞിട്ട് ഈ ഡയഗ്രത്തിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ടെക്സ്റ്റ് നമ്മൾ വായിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. ഓക്കെ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം.